നല്ല പടമാണ് മോനെ. നമ്മൾ ലാസ്റ്റ് വരെ പിടിച്ചിരുത്തുന്നുണ്ട്. ആസിഫലിയുടെ കുറച്ച് മൂവികൾക്ക് ഫ്ലോപ്പ് ആയിട്ട് വന്നേ, പക്ഷേ ഇത് ഗംഭീരമായിരുന്നു. കണ്ടു മറന്നൊരു പോലീസ് ത്രില്ലർ ടെംപ്ലേറ്റ് ഇല്ല അങ്ങനൊന്നുമില്ല, ഭയങ്കര ഡിഫറെന്റ് ആണ്. നമുക്ക് ഓരോ മിനിറ്റ് നമുക്ക് എന്താ. ആസിഫ് അലിയും ബിജു മേനോനും നേർക്ക് നേർ ഹിറ്റ് കോംബോ. ആസിഫ് അലിയും ജിസ്റ്റോയും ഒന്നിക്കുന്ന ക്രൈം ത്രില്ലർ തലവൻ. അപ്പോൾ ആസിഫ് അലിയുടെ കാത്തിരുന്ന ഒരു കംബാക്ക് ആകുമ്പോൾ തലവൻ നമുക്ക് കണ്ടറിഞ്ഞ് ഓടിച്ചോട് ചോദിച്ചു നോക്കാം. തലവൻ റിവ്യൂലേക്ക്. അടിപൊളി പടം. ലാസ്റ്റ് ക്ലൈമാക്സ് നമ്മൾ വിചാരിക്കാത്ത ക്ലൈമാക്സ് അടിപൊളി ട്വിസ്റ്റാണ്. ടെസ്റ്റാണ്. അപ്പോൾ നമ്മുടെ ജിസ്റ്റോയി ഇത് ട്രാക്ക് മാറ്റിയപ്പോൾ അടിപൊളി പടം, അടിപൊളിയായിട്ടുണ്ട്. ജിസ്റ്റോയുടെ ഒരു വേറിട്ട രീതി, പുള്ളി ഫാമിലി രീതി പടം എടുക്കുന്നിടത്ത് നിന്ന് ഒരു ത്രില്ലർ മൂവി എടുക്കും, അതിൻ്റെതായ ഒരു വ്യത്യാസം ഉണ്ടാവും. കണ്ടു മറന്നൊരു പോലീസ് ത്രില്ലർ ടെംപ്ലേറ്റ് ഇല്ല അങ്ങനൊന്നുമില്ല, ഭയങ്കര ഡിഫറെന്റ് ആണ്. നമുക്ക് ഓരോ മിനിറ്റ് നമുക്ക് എന്താണ് സംഭവം തുടക്കം വെച്ചിട്ടുണ്ട്. എങ്ങനെയാണ് ഇവർ രണ്ടൊരു നെഗറ്റീവ് ഷെയ്ഡാണോ ഹീറോ? രണ്ട് ഈക്വൽ ഷെയ്ഡ്. ആസിഫ് അലിക്കാലും ബിജു മേനോനും രണ്ടും ഒരേ രീതിയിലാണ് അവർ പോകുന്നത്. നമുക്ക് തന്നെ തോന്നും അവർ ആ പ്രൊമിനന്റ് റോളായിട്ട് അവർ പോകുന്നത് കറക്റ്റായിട്ട്. നല്ല പടമാണ് മോനെ. നമ്മൾ ലാസ്റ്റ് വരെ പിടിച്ചിരുത്തുന്നുണ്ട്. ഏതാ എൻഗേജിങ്. നല്ലൊരു മൂവിയാണ്. കാരണം ആസിഫലിയുടെ കുറച്ച് മൂവികൾക്ക് ഫ്ലോപ്പ് ആയിട്ട് വന്നേ, പക്ഷേ ഇത് ഗംഭീരമായിരുന്നു. ആദ്യത്തെ ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് ഉണ്ടെങ്കിലും സെക്കൻഡ് ഹാഫ് കിട്ടിലാക്കിയിട്ടുണ്ട്. പിന്നെ എനിക്ക് ആകെ ഡിസപ്പോയിൻമെൻറ്റ് ഇത് കുറച്ച് എൻഗേജ്മെൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ് കുറച്ച് കുറവായിരുന്നു. അത് മാത്രമേ എനിക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നു. ബാക്കിയൊക്കെ കിട്ടില്ല. പെർഫോമൻസ് വൈസ് എല്ലാം കിട്ടില്ല വേണം. പിന്നെ ക്ലൈമാക്സ് ഒരു ക്ലിഫ് ഹാങ്ങർ പോലെയാണ് അവർ ഉദ്ദേശിക്കുന്നത്. സെക്കൻഡ് ഹാഫ് പാർട്ടിന് വേണ്ടിയുള്ള അത് കിടിലായിട്ടുണ്ട്. അതെല്ലാം ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണ്. ജിസ്റ്റോയുടെ ഒരു നോർമൽ ഒരു ഫിലിംസ് അല്ല, എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പടമാണ്. സ്ലോ പേസ് പോകുന്ന ഒരു ത്രില്ലർ മൂവി സ്ലോ അല്ല, നല്ല രീതിയിൽ സ്പീഡായിട്ട് തന്നെ കാര്യങ്ങൾ പോകുന്നുണ്ട്. നല്ല രീതിയിൽ ഫാസ്റ്റായിട്ടാണ് സംഭവം പോയേക്കുന്നത്. നമുക്ക് ഓരോ ടൈം നമുക്ക് നല്ല രീതിയിൽ എൻജോയ് ചെയ്തിട്ട് നല്ല ത്രില്ല് അടിച്ചിട്ട് എങ്ങനെയായിരിക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും, എല്ലാവരെയും സാറ്റിസ്ഫൈ ചെയ്യുന്നു തോന്നുന്നുണ്ടോ? ഫാമിലിക്കും ഇഷ്ടപ്പെടാൻ ചാൻസ് ഉള്ള രീതിയിലാണ്. ഒരുപാട് വയലൻസും കാര്യങ്ങളൊന്നുമില്ല. വയലൻ്റ് ഓറിയൻറ്റഡ് ആണെങ്കിൽ പോലും അത്ര വയലൻസും കാര്യങ്ങളൊന്നുമില്ല. ഫാമിലി കാണാൻ പറ്റുന്ന രീതിയിലുള്ള പടങ്ങളൊക്കെ തന്നെയാണ്. ഓക്കെ, സിനിമ ഇൻവെസ്റ്റിഗേഷൻ കൊണ്ടുപോകുമ്പോൾ തന്നെ പിടിച്ചെന്ന സംഭവം വേണ്ട, എന്തെങ്കിലും വേണം, അത് കൊണ്ടുവരാൻ പറ്റില്ല. ഒരുപാട് സിനിമ കണ്ടിട്ടുള്ള സാമ്യമുള്ളതുകൊണ്ടാണോ കഥ? അല്ല, ഇപ്പം ഒരു ക്രൈം ത്രില്ലർ, ഒരു കൊലപാതകം, അത് അന്വേഷിക്കുന്നു. അത് മിക്ക സിനിമ നടക്കുന്നതല്ലേ. പക്ഷെ അത് കൊണ്ടുവരുന്ന സംഭവം മേക്കിങ് കൊണ്ടുവന്ന് ഇത് പിടിച്ചിരുത്തുക, സ്ക്രിപ്റ്റില്ലാതെ പണി നടക്കുന്നത്. എന്താ പറയുന്നത്, ഒറ്റത്തവണ കണ്ടിരിക്കുക. നമ്മൾ പ്രതീക്ഷയൊന്നും അല്ല നടക്കുന്നത്. നേരത്തെ തന്നെ നമുക്ക് മനസ്സിലാവും. അവസാനം ഒരു എടുക്കാറാകുമ്പോൾ നമുക്ക് പ്രഡിക്റ്റബിൾ ആയി തോന്നി. നല്ല സിനിമയായിരുന്നു. ചെറിയൊരു വേഷം ചെയ്യാനായിട്ട് അവസരം കിട്ടിയായിരുന്നു. നല്ല സിനിമയായിരുന്നു. ഓക്കെ, മുതൽ സ്ഥിരം കണ്ടുവരുന്നൊരു സ്ഥിരം ടെംപ്ലേറ്റ് ത്രില്ലറാണോ അതോ പുതുമയുള്ള എന്തെങ്കിലും വാവ് ഫാക്ടറൊക്കെ ഉണ്ടോ? ഇപ്പോൾ ടർബോയോടാണ് ക്ലാഷ് ആയിട്ട് റിലീസ് ചെയ്തേക്കുന്നത്. പക്ഷേ എന്തായാലും ആൾ കയറും. നല്ല സിനിമയാണ്. സൂപ്പർ പടം. ആസിഫ് അലി കംബാക്ക് ആണോ? കംബാക്ക് ആണ്. പുതുമ എന്ന് പറയില്ല, എന്നാലും നന്നായിട്ട് എടുത്തിട്ടുണ്ട്. നല്ല സ്റ്റോറി മേക്കിംഗ് ഒക്കെ കൊള്ളാം. പിന്നെ ജിസ്റ്റോയുടെ ആദ്യമായിട്ടൊരു ത്രില്ലർ പിടിച്ചുള്ള ഒരു പടമല്ലേ, അതുകൊണ്ട് വന്ന് കണ്ടെന്നേ ഉള്ളൂ. അതിൻ്റെ എന്തെങ്കിലും പുതുമയൊക്കെ ഉണ്ടോ? വലിയ പുതുമയായിട്ടൊന്നും തോന്നിയില്ല. സ്ഥിരം കാണുന്ന ഒരു ത്രില്ലർ ജോണ്ടറിലുള്ള ഇവരുടെ ഒരു കോംബോ എങ്ങനെയുണ്ട്? ഈഗോ ക്ലാഷ് ആണോ മെയിൻ? ആസിഫ് അലി ഈഗോ ക്ലാഷ് ഉണ്ട്, തുടക്കത്തിൽ കുറച്ചുണ്ട്, പിന്നെ കഥയിലോട്ട് കയറും. മൊത്തത്തിൽ സാറ്റിസ്ഫൈഡ് ആവും. വൺ ടൈം വാച്ച്. ട്രാക്ക് മാറ്റിയ ജിസ്റ്റോയി പടം. അപ്പോൾ എന്തായാലും പടം കണ്ടവരൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു അഭിപ്രായങ്ങൾ എന്ന് പറയാം. വീഡിയോ ഇപ്പം തന്നെ ലൈക്ക് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോ. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.